1960 ആർ ശങ്കറിൻ്റെ പേര് പറഞ്ഞു. അല്ല, 1960 ആർ ശങ്കറാണ് പെൻഷൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പെൻഷൻ വർദ്ധിപ്പിച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേര് പറയാവൂ? അല്ല, CPM മുഖ്യമന്ത്രി വന്നിട്ട് എത്രയാണ് വർദ്ധിപ്പിച്ചത്? അത് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ആ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ആ ചോദ്യത്തിന് ഉത്തരം തന്നെ. 1960 ആർ ശങ്കർ പെൻഷൻ കൊണ്ടെന്ന് പറഞ്ഞു. അത് വർദ്ധിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പേര് കരുണാകരൻ എന്നാണോ ആന്റണി എന്നാണോ എന്നാണ് എൻ്റെ ചോദ്യം. പറഞ്ഞുതരാം. വളരെ കൃത്യമായി ആർ ശങ്കർ കൊണ്ടുവന്നതിന് ശേഷം 300 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് വർദ്ധിപ്പിച്ചത്. ശരിയാണ്. അല്ല, അതിനിടയിലുണ്ട്. അതിനിടയിൽ ഈ പറഞ്ഞ CPM-കാരുമില്ലേ, അതിനിടെ 300 രൂപ നിങ്ങൾ ഓർക്കണം. കേരളത്തിലെ രണ്ടാമത്തെ കാര്യം അല്ലല്ല, പറയട്ടെ. പെൻഷന്റെ കാര്യത്തിൽ തർക്കിക്കേണ്ട. ഖജനാവിൽ നിന്ന് പണം പോകുന്നതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 കൊല്ലക്കാലത്ത് ഖജനാവിൽ നിന്ന് എത്ര കോടി പോയി? പിണറായി സർക്കാരിന്റെ 9 കൊല്ലക്കാലത്ത് എത്ര കോടി പോയി? നിങ്ങളെ കണക്കൊന്ന് പറ. എത്ര കോടി നിങ്ങളുടെ കാലത്ത് ചെലവായി? ഞങ്ങളുടെ കാലത്ത് എത്ര ചെലവായി? ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ കേരളത്തെ കടക്കണിയിലാക്കി എന്ന് പറയുമ്പോൾ ആ കടക്കണിയിലായ കടത്തിലെ 70,000 കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ കൊടുത്തതിൻ്റെ കൂടിയാണ്. ഞങ്ങൾ കൊടുക്കുന്ന പെൻഷൻ 62 ലക്ഷം കുടുംബങ്ങൾക്ക്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്, അവസാനം അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊടുക്കുന്ന പെൻഷൻ 28 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രം. ആ 32 പറയട്ടെ. നിങ്ങളുടെ 32 പിണറായി വിജയൻ്റെ 62 നിങ്ങളുടെ 32 പിണറായി വിജയൻ്റെ കാലത്ത് 600-ൽ നിന്നും 1600 അപ്പോൾ 600-ൽ നിന്നും 1600-ലാക്കിയ ഞങ്ങളെയാണോ, 32-ൽ നിന്നും 62-ലാക്കിയ ഞങ്ങളെയാണോ പെൻഷന്റെ കാര്യത്തിൽ ജനങ്ങൾ സ്വീകരിക്കുകയെന്ന നിലമ്പൂരിലെ 44,000 പെൻഷൻ വാങ്ങുന്ന മനുഷ്യർ തീരുമാനിക്കട്ടെ. ഈ പഞ്ചായത്തിൽ 1089 വീടുകളിൽ ലൈഫ് വീടുകൾ, 1089 വീടുകളിൽ ലൈഫ് വീടുകൾക്ക് 4 ലക്ഷം കൊടുത്തപ്പോൾ കേരളത്തിന് കടം വന്നു. ആ കടം വന്നത് മനുഷ്യന് വീടൊരുക്കിയത് കൊണ്ടാണ് എന്ന്, ആ കടം വന്നത് കേരളം വികസിപ്പിച്ചത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. അത് തുടരും.